ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ മീഷോന്ന് ഞാൻ വാങ്ങിയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുള്ളത് വാൾ ക്ലോക്കാണ്. വുഡൻ ഡിസൈനിലാണ് ഈ ഒരു ക്ലോക്ക് വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ 4 ബട്ടർഫ്ലൈസിൻ്റെ ഡിസൈനൊക്കെ ആയിട്ട് വരുന്ന ഒരു ക്ലോക്കാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 224 രൂപയാണ്. അപ്പോൾ ഇതിൻ്റെ പാക്കേജ് ഞാൻ അൺബോക്സ് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ 4 ബട്ടർഫ്ലൈസിൻ്റെ ആ ഒരു ഡിസൈന് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പാക്കിൽ അത് സ്റ്റിക്ക് ചെയ്ത് വെക്കാനുള്ള ടാപ്പും അതിൽ തന്നെ അറ്റാച്ച്ഡ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ തെർമോക്കോളിൽ കവർ ചെയ്ത് നല്ല സെക്യൂർ ആയിട്ടാണ് ക്ലോക്ക് പാക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഈ ഒരു വുഡൻ ഡിസൈനിലാണ് ക്ലോക്ക് ഉള്ളത്. അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ്. പെട്ടെന്നൊന്നും പൊട്ടിപ്പോകുന്ന ടൈപ്പ് മെറ്റീരിയൽ ഒന്നുമല്ല കേട്ടോ. അത് ഞാൻ വാളിൽ ഇത് ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ബട്ടർഫ്ലൈസിനെയൊക്കെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ 224 രൂപയ്ക്ക് വർത്ത് ആയിട്ടുള്ളൊരു ക്ലോക്കാണിത്. അപ്പം ഇതിൻ്റെ കോഡും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ഈ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ ഇത് വെച്ചൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം കേട്ടോ. നെക്സ്റ്റ് ഞാൻ വാങ്ങിയിട്ടുള്ളത് സാരി കവർ ബാഗാണ്. അപ്പോൾ ഞാനിത് എൻ്റെ ചുരിദാറുകളൊക്കെ സെറ്റാക്കി ഓരോന്ന് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം എപ്പോഴും പാൻറ്റും ഷോളൊക്കെ വേറെ വേറെ ആയിട്ട് അത് തിരഞ്ഞ് നടക്കുന്ന പണിയാണ്. അപ്പം അങ്ങനെ ആവാതെ ഇതിൻ്റെ സെറ്റാക്കിയിട്ട് ഓരോന്നിലും ആക്കി വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ബാഗ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി ഓക്കെയാണ്. ഇതിൻ്റെ ഒരു ഭാഗം ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ഷീറ്റാണ് വരുന്നത്. ബാക്കിൽ ഇതുപോലുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ വരുന്നത്. അപ്പം നമുക്ക് ഫ്രണ്ടിലൂടെ ഏതാണ് അതിൽ ഡ്രസ്സ് എന്ന് കാണാനും പറ്റും. അപ്പോൾ ഒരു ചുരിദാറിൻ്റെ ടോപ്പ്, പാൻറ്റ്, ഷോൾ അങ്ങനെ സെറ്റാക്കിയിട്ട് ഓരോന്നിലും ഓരോ സെറ്റ് എടുത്ത് വെക്കാൻ പറ്റും. അപ്പം ഇതിൻ്റെ റേറ്റ് 166 രൂപയാണ് വരുന്നത്. ഇതിൽ 10 പീസ് ഉണ്ട് കേട്ടോ. 10 ബാഗുകളാണ് ഒരു പാക്കിൽ വരുന്നത്. അപ്പം ഇതിൻ്റെ കോഡും കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പ്രോഡക്റ്റിൻ്റെയും കോഡ് സ്ക്രീനിലും അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഇതിൽ ഡ്രസ്സൊക്കെ വെച്ചിട്ട് ഇത് അലമാരയിൽ ഇങ്ങനെയാണ് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇങ്ങനെ കുത്തനെ ഇങ്ങനെ ചെരിച്ചാണ് വെച്ചത്. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ എടുക്കാനും വെക്കാനൊക്കെ സുഖമാണ് കേട്ടോ. ഇങ്ങനെ സൈഡിലൂടെ നോക്കിയാൽ അതിലേതാണ് ഡ്രസ്സ് ഉള്ളത് എന്ന് കാണാനും പറ്റും. അപ്പോൾ ഓരോ സെറ്റാക്കി വെക്കുമ്പോൾ നമ്മളങ്ങനെ തിരഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല. ഓരോ പാൻറ്റ് എവിടെയാണ്, ഷോൾ എവിടെയാണ് എന്നൊക്കെ തിരഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല. ഞാനിത് വാങ്ങിയിട്ട് കുറച്ചായിട്ട് നല്ല യൂസ്ഫുള്ളാണ്. ഇതിൽ നല്ല ഓർഗനൈസ് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്ത് വെക്കുമ്പോഴും ഇതിൽ തന്നെ എല്ലാം സെറ്റാക്കിയിട്ട് എടുത്ത് വെക്കുക. അടുത്ത പ്രോഡക്റ്റ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഈ ഒരു ബെഡ്ഷീറ്റാണ്. ഇത് പ്യുവർ കോട്ടൺ എന്നാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇത് കോട്ടൺ തന്നെ ആവോ കിട്ടുക എന്നുള്ളതൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ കറക്റ്റായിട്ട് പ്യുവർ കോട്ടൺ തന്നെയാണ്. ഇത് 2 സൈസിൽ അവൈലബിൾ ആണ്, കിങ് സൈസും ക്വീൻ സൈസും. അപ്പം ഡബിൾ ബെഡിനൊക്കെ ആണെങ്കിൽ കിങ് സൈസ് മതിയാവും. പക്ഷേ ഞാൻ ക്യൂവിന് ഓർഡർ ചെയ്തിട്ടു. എൻ്റെ ഡബിൾ ബെഡാണ്, എന്നാലും ഞാൻ ക്യൂവിന് ഓർഡർ ചെയ്തു. കാരണം ഇനി വലിപ്പം കുറഞ്ഞു പോകണ്ടെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ നല്ല വലിപ്പമുണ്ട്. അതേപോലെ തന്നെ പില്ലോ കവറും അത്യാവശ്യം വലിപ്പമുള്ള നല്ല പില്ലോ കവർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫോട്ടോയിൽ കണ്ട അതേ രീതിയിലുള്ള ബെഡ്ഷീറ്റ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 369 രൂപയാണ്. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ഞാൻ ബെഡിൽ വിരിച്ചിട്ടുള്ളത്. അപ്പം അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്ഷീറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട്. ഈ ബെഡ്ഷീറ്റ് തുണി ചുരുങ്ങി പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ചില ബെഡ്ഷീറ്റ് വാങ്ങുമ്പം നല്ല സ്റ്റിഫായിട്ടായിരിക്കും ഉണ്ടാവുക. പക്ഷേ വാഷ് ചെയ്ത് കഴിയുമ്പം ഇങ്ങനെ കുഴഞ്ഞ പോലെ ആയിട്ടുള്ള ഒരു ക്ലോത്തായിട്ട് മാറാറുണ്ട്. പക്ഷേ ഇത് സെയിം അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ ക്ലോത്ത്. അപ്പം നല്ലൊരു ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ്. അടുത്തതായിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റ് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന കണ്ടെയ്നേഴ്സാണ് കേട്ടോ. അതിൻ്റെ 4 ബോക്സുകളാണ് ഇതിൽ വരുന്നത്. അങ്ങനത്തെ ഒരു സെറ്റാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് പച്ചമുളക്, കരിവേപ്പില, മല്ലിയില അങ്ങനെയുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും വെജിറ്റബിൾസോ ഒക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള നല്ലൊരു ക്വാളിറ്റി ഉള്ള ബോക്സസാണ് വന്നിട്ടുള്ളത്. ഇതിൽ ഒരു ട്രേയും കൂടി അതിൻ്റെ അടിയിൽ വരുന്നുണ്ട് കേട്ടോ. ഒരു വൈറ്റ് ട്രേ വരുന്നുണ്ട്. ആ ഒരു ട്രേ വരുന്നതുകൊണ്ട് തന്നെ അതിൽ ഈർപ്പം തങ്ങി നിന്നിട്ട് താഴെ വെള്ളം വരുമല്ലോ. ആ വെള്ളം വന്നിട്ട് ഇപ്പോൾ കരിവേപ്പില അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് ചീഞ്ഞ് പോവും അടിയിലുള്ളത്. അപ്പം അങ്ങനെയൊന്നും ഇല്ലാതെ നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 238 രൂപയാണ്. അപ്പോൾ ഇതിൻ്റെ കോഡും ഒക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേണ്ടവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ.
ഇനി അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്ന പ്രൊഡക്റ്റ് പ്ലാസ്റ്റിക്കിൻ്റെ ഡിഷ് റാക്കാണ്. അതായത് നമ്മൾ സിങ്കിൻ്റെ അടുത്ത് വെക്കുന്ന, നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് വെള്ളം തോർന്ന് പോകാൻ വെക്കുന്ന ആ ഒരു ബാസ്ക്കറ്റ് പോലെയുള്ള സംഭവമാണ്. അതിൻ്റെ അടിയിലൊരു ട്രേ വരുന്നുണ്ട്. അതിൽ നമ്മൾ വെക്കുമ്പം അതിൽ നിന്ന് വരുന്ന വെള്ളം ആ ഒരു ട്രേയിലൂടെ സിങ്കിലേക്ക് ഒഴുകി പോയിക്കോളും. നമ്മുടെ കൗണ്ടർ ടോപ്പിലൊന്നും ആവില്ല. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ സ്പൂണൊക്കെ കഴുകി ഇട്ട് വെക്കാനുള്ളൊരു കണ്ടെയ്നറും കൂടി അതിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കാണ്, പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന അങ്ങനെയുള്ള കട്ടിയുള്ള നല്ലൊരു ക്വാളിറ്റിയുള്ള ഒരു ബാസ്ക്കറ്റാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ അത്യാവശ്യം നമ്മൾ പ്ലേറ്റുകൾ അങ്ങനെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കഴുകിയിട്ട് നമ്മളുടെ സിങ്കിൻ്റെ അടുത്ത് തന്നെ വെള്ളം വാരാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 220 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയത്. അത് ഒരു ഓഫറിൻ്റെ ടൈമിലാട്ടോ ഞാൻ വാങ്ങിയത്. ശരിക്കും ഇപ്പോൾ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പം 386 രൂപയാണ് കാണുന്നത്. അതിൻ്റെ കോഡും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും സ്ക്രീനിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും പ്രൊഡക്ട്സാണ് ഞാനിന്ന് കാണിച്ചത്. ഈ കാണിച്ച പ്രൊഡക്ട്സ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരും. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബായ്.